ആദ്യം ആങ്ങളമാരുടെ കയ്യിൽ പോയി യാത്ര ചോദിക്കുമ്പോ പെങ്ങടെ ചുമലിലേക്ക് ചാരിയിട്ട് പൊന്നാങ്ങളമാര് പൊട്ടിക്കരയാറുണ്ട്. ആങ്ങളമാര് നിന്റെ കയ്യിലേക്ക് തരുന്നത് അവരുടെ പെങ്ങളെയല്ല, അവരുടെ കരളാണ് പറിച്ചെടുത്തിട്ട് തരുന്നത്. വീട്ടിലെ കളിമുറ്റത്ത് വല്ലാതെ വഴക്കുകൂടിയ അങ്ങോട്ടും ഇങ്ങോട്ടും പിണങ്ങിയും നടന്ന ഒരു ചെറുപ്പക്കാരൻ ആങ്ങളയ്ക്ക് പിണങ്ങാനും സ്നേഹിക്കാനും വഴക്കുകൂടാനും തല്ലുകൂടാനും പരാതി പറയാനും ചേർത്ത് നിർത്താനും ഒരാങ്ങളയ്ക്ക് അല്ലാഹു നൽകുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം ഒരു പെങ്ങളാണ്. പലപ്പോഴും ഞാൻ എന്റെ ജീവിതത്തില് എന്റെ ഭാര്യയോട് പറയും, ഒരു പെങ്ങളെ കിട്ടാത്ത ദുഃഖം ഞാൻ പലപ്പോഴും അവളോട് പറയാറുണ്ട്. യഥാർത്ഥത്തിൽ കളിമുറ്റത്ത് പരിഭവം പറയാനും ഉപ്പാന്റെ കൂടെ തല്ലുകൂടിയിട്ട് അവസാനം ഉപ്പാന്റെ അടുക്കൽ പോയിട്ട് അവള് പരാതി പറയുമ്പോ പുറകെ ചെന്നിട്ടവളെ അടിക്കാൻ ഓടിക്കാനും ഉമ്മാന്റെ സാരിത്തുമ്പില് പിടിച്ചിട്ട് അടുക്കളയില് കള്ളനും പൂച്ചയും കളിക്കാനും അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ് പെങ്ങള്. ആ പെങ്ങള് കല്യാണം കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ അവളുടെ കലപില ശബ്ദമില്ലാത്തതിന്റെ ശൂന്യതയറിയൂ, അവളെ കാണാത്തതിന്റെ വിരഹത്തിന്റെ ദുഃഖമറിയൂ. പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ, കല്യാണം കഴിഞ്ഞ ആങ്ങളയോട് അവള് യാത്ര ചോദിച്ചിട്ട് ഉപ്പാന്റെ നെഞ്ചിൽ പിടിച്ചിട്ട് അവള് പൊട്ടിക്കരയുമ്പോ ഉമ്മാന്റെ വിരൽ തുമ്പിൽ പിടിച്ച് ഉമ്മ വിറക്കുന്ന കരങ്ങളോടെ മോൾക്ക് യാത്ര പറയുമ്പോ എല്ലാം ഉപേക്ഷിച്ചിട്ട് ഇറങ്ങി വരുന്ന അവള് നേരെ വന്നിട്ട് അവളുടെ വിവാഹ സാരി തുമ്പുകൊണ്ട് കണ്ണ് തുടച്ചിട്ട് അവള് നിന്റെ ഇന്ന് വന്നതെന്റെ പുതിയാപ്പിളയുടെ വിരലിലേക്ക് അവളുടെ വിരലിങ്ങനെ നാണത്തോടെ മടിയോടെ ചേർത്ത് പിടിക്കുമ്പോ അവള് പറയാതെ നമ്മോട് പറയുകയാണ്, എന്റെ ഉപ്പയില്ല കേട്ടോ, എന്റെ പൊന്നാങ്ങളയില്ല, എന്റെ ഉമ്മയില്ല. എനിക്കിനി എന്റെ ഉപ്പയുടെ സ്ഥാനത്തും എന്റെ ആങ്ങളയുടെ സ്ഥാനത്തും എന്റെ ഉമ്മയുടെ സ്ഥാനത്തും എല്ലാത്തിനും കൂടി നിങ്ങളാണ് എനിക്കുള്ളതെന്ന് പറഞ്ഞ് മൗനമായി 1000 അർത്ഥതലങ്ങളുള്ള വാചാലതയുടെ മൗനത്തോടെ അവള് വിരലിൽ പിടിച്ചു വന്നവളാണ്. അങ്ങനെ വിരൽ പിടിച്ചു വന്ന ഭർത്താവ് ജീവിതത്തിന്റെ യാത്രക്കിടയിൽ ആ വിരലും പിടിച്ചിട്ട് കുതറിയോടിയിട്ട് നിന്നേരോ ജീവിതത്തിന്റെ സമുദ്രതീരത്തൊറ്റയ്ക്കാക്കിയോ, ആരുമില്ലാതെ നിന്റെ കൈവിട്ടിട്ട് അവൻ പോയോ, നീ ഒറ്റയ്ക്കാണോ? അല്ലാഹു പറയാണ്, ഞാൻ നിന്നെ കൈവിടില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല. ജീവിതയാത്രയിൽ ഒരു ഭാഗത്തും നിന്നെ ഞാൻ ഒറ്റയ്ക്കാക്കില്ല. നിന്റെ ഭർത്താവ് നിന്നെ കൈയൊടിഞ്ഞാലും നിന്റെ കുടുംബം നിന്നെ കൈയൊടിഞ്ഞാലും ആര് നിന്നെ ഒറ്റപ്പെടുത്തിയാലും നിന്റെ സിട്ടാവായ റബ്ബുണ്ട് കേട്ടോ.